ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥനയിലാണ് ദൈവം നിങ്ങൾക്ക് ആയുസ് തിരിച്ചു തന്നത്. അത് മറക്കരുത്. അച്ഛനെന്താ വിഷമിച്ചിരിക്കുന്നത്? ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? എന്റെ പൊന്നുമോൾ അച്ഛനോട് ക്ഷമിക്കണം. ഞാൻ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത പെൺകുട്ടി എന്റെ മകളായി നീ തന്നെയായിരുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ച ആ സ്ത്രീ ഞാനല്ല. ഞങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛനെ പരിചരിക്കാൻ വന്ന ആ ഹോം നേഴ്സ് അതച്ഛൻ്റെ ഭാര്യ തന്നെയായിരുന്നു. എന്റെ അമ്മ പത്മാവതി. എന്താ പറയുക നീ? ആ നശിച്ചവടെ എന്റെ മുറിക്കകത്ത് കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞത്? എന്താ ആലോചിക്കുന്ന? ഞാനൊരു നിമിഷം എന്തോ ഓർത്ത് നിന്നുപോയി. വർമ്മ സാറിന് ഇത്രയും ദിവസം നോക്കിയ സ്ത്രീ അമ്മയാണെന്ന കാര്യം സാറിനോട് തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട, അത് പ്രശ്നമാവും. മോളുവാ. അല്ല, എന്നെ നോക്കിയ സ്ത്രീയെ കണ്ടില്ലല്ലോ. ഒന്ന് കാണണമായിരുന്നു. അവർക്ക് മറ്റൊരു എമർജൻസി ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വേഗം പോയി. മോളെ, എന്റെ പൊന്നുമോളെ, അച്ഛൻ ഇനി ഒരു വഴക്കം പറയില്ല കേട്ടോ. അച്ഛാ, ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. കൊലക്കുറ്റം സിദ്ധന്റെ പെടലിൽ വെച്ച് കൈ കഴുവാമായിരുന്നു. അത് കളഞ്ഞു കുളിച്ചില്ലേ എന്റെ മോനെ? മോൻ വെള്ളമടിച്ചതാ തെറ്റ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കൊടും ക്രിമിനലുകൾ പോലും കള്ളു കുടിക്കില്ല. അങ്ങളെ 8-9 പെഗടിച്ച് വെറും പുല്ല് പോലെ നടക്കുന്നവനാ ഞാൻ. ഇത് ഒരൊറ്റ പെഗ്ഗേ അടിച്ചുള്ളൂ, അതും ഒരു ധൈര്യത്തിന് വേണ്ടി. അത് വേണ്ടായിരുന്നു. അങ്ങനെ മുടിഞ്ഞ ആരോഗ്യം അങ്ങളെ. പ്രതാപവർമ്മയ്ക്കല്ലേ? അത് ശരിയാ. പണ്ട് അവനെ എനിക്കിട്ടൊന്ന് തന്നതാ. കൊമ്പനാന തുമ്പിക്കൈയിട്ട് വീശി അടിക്കുന്ന പോലെ ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി. ഞാൻ കിളി പോയതുപോലെ നടന്നതേ 3 ദിവസമായിരുന്നു. അല്ല അങ്ങളെ, അയാളെന്നെ കണ്ടിട്ടുണ്ടോന്നാ എന്റെ ഒരു പേടി. നോവിനാലേ